പെഹൽഗാം അറ്റാക്കുമായിട്ട് ഒരുപാട് ന്യൂസ് കവറേജുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ന്യൂസുകളൊക്കെ ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് മലയാളം ന്യൂസുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പല ആളുകളും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പല ആളുകളും ടൂറിസ്റ്റുകൾ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നുണ്ട്. ചില റിയാലിറ്റികളുണ്ട്. 2025 ഏപ്രിൽ 22 സമയം 1 മണിയുടെയും 3 മണിയുടെയും ഇടക്കാണ് പെഹൽഗാമിലെ ബൈസരൻ വാലി എന്നറിയപ്പെടുന്ന മിനി സ്വിറ്റ്സർലൻഡിൽ ഈ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ്, കശ്മീരിൽ നിങ്ങൾ ഗുൽമർഗ് ആവട്ടെ, സോനമർഗ് ആവട്ടെ, പെഹൽഗാം ആവട്ടെ, ദൂദ്പത്രി ആവട്ടെ, ഈ സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുമോ ഞാൻ അതിന് ആളാണോ എന്നറിയില്ല. പക്ഷേ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കശ്മീരിൽ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞ 6-7 വർഷത്തോളമായി നമ്മൾ സ്ഥിരമായിട്ട് ആളുകളെ ഓരോ കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, കശ്മീർ മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. പഞ്ചാബ് ബോർഡർ ആവട്ടെ, അതുപോലെ പഞ്ചാബിലെ ഹുസൈൻവാല ബോർഡർ ആവട്ടെ, പഞ്ചാബിലെ വാഗ ബോർഡർ ആവട്ടെ, ഇതൊക്കെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ നമ്മൾ കശ്മീരിൽ വരുന്ന സമയത്ത് കശ്മീരിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ആർമി ഫോഴ്സുകളെ കാണാൻ പറ്റും. പക്ഷേ കശ്മീരിലെ ഗുൽമർഗ് ആവട്ടെ, സോനമർഗ് ആവട്ടെ, പെഹൽഗാം ആവട്ടെ, ദൂദ്പത്രി ആവട്ടെ, ടൂറിസ്റ്റുകളെ കുതിര സഫാരി ചെയ്തു പോകുന്ന സ്ഥലങ്ങളാവട്ടെ, ഇനി ഗണ്ടോള റൈഡ് ചെയ്തു പോകുന്ന സ്ഥലങ്ങളാവട്ടെ, ആർമി അത്രത്തോളം വിന്യാസമില്ലാത്ത ഏരിയകളാണ്. ഈ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരുപാട് മീഡിയയുടെ മുന്നിൽ അക്രമത്തിനിരയായിട്ടുള്ള ഒരുപാട് പേരുടെ അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ, ഈവൻ മലയാളീസ് ആയിട്ടുള്ള ലേഡീസിൻ്റെ ഒക്കെ മൊഴികൾ നമുക്ക് കാണാൻ പറ്റി. എന്താ പറയുക, സംഭവം നടന്നതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷമാണ്, 7 to 10 മിനിറ്റിന് ശേഷമാണ് അവിടെ ആർമിയോ അല്ലെങ്കിൽ ബാക്കി ഫോഴ്സുകളൊക്കെ എത്തിയത്. സംഭവം നടന്നിട്ടില്ല. അതായത് 3:47 നമ്മൾ കറക്റ്റ് ഈ ടൗണിലുണ്ട്. സംഭവം നടക്കുന്ന അന്ന് 1 മണിക്കാണ് ഞാൻ പെഹൽഗാം ടൗണിലെത്തിയിട്ടുള്ളത്. ഈ ഒരു സമയത്ത് അതിനെക്കുറിച്ചുള്ള യാതൊരുവിധ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ അവിടെ ഇല്ല. നമുക്ക് ഈ സംഭവം നമ്മളവിടെ എത്തുന്ന സമയത്ത് നടന്നിട്ടില്ല. പിന്നെ നമ്മൾ പെഹൽഗാമിലെ ആരു വാലിയിൽ എത്തുന്ന സമയത്താണ് നമ്മുടെ ഡ്രൈവർ തിരികെ വിളിക്കുന്നത്. ആ സമയത്തും നമ്മുടെ കൂടെ വന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഉണ്ട്. അത്ര വലിയ ആർമി സങ്കേതങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റില്ല. എന്നാൽ താഴെ സ്ഥലങ്ങളിലുണ്ട്. ഈ ഒരു അതായത് ഒരുപാട് ആളുകളെ, കശ്മീരി ജനതകളെ, കശ്മീരിലായിട്ടുള്ള ഒരുപാട് കുട്ടികളെ, അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പഠിക്കുന്ന കശ്മീരി വിദ്യാർത്ഥികളെ മാരകമായിട്ട് മർദ്ദനങ്ങളും, ഓൾറെഡി അവരെ കാണുമ്പോൾ ഒരു തീവ്രവാദപരമായിട്ടുള്ള ഒരു ഫേഷ്യൽ എക്സ്പ്രഷനാണ് പുറത്തുള്ള ഒരാൾക്ക് ഉണ്ടാവുക. ഇന്ത്യയിലെ 2 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചൊരു വിദ്യാർത്ഥി നിലയിൽ ഞാൻ പറയട്ടെ, കശ്മീരി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നത് അവർ അത്തങ്വാദി എന്നുള്ള രൂപത്തിൽ പല രീതിയിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ച ക്യാമ്പസുകളിലാവട്ടെ, ഈവൻ നമ്മുടെ പേരുകൾ നോക്കിയിട്ട് ഉന്നം വെക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. റിയാലിറ്റിയെക്കുറിച്ച് പഠിച്ച് ഇവരെ പറയുകയാണെങ്കിൽ ഓക്കെ. അവിടെ ഇത്രയും വലിയ ഇഷ്യൂ നടക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കുറേ റീൽസുകൾ കണ്ടല്ലോ. ആദിൽ ഹുസൈൻ്റെ കസിനാണ് മറ്റുള്ള 26ഓളം ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ആദിലിൻ്റെ ഉമ്മയുടെ, ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആദിലിൻ്റെ ഉമ്മയും ആൻറ്റിയും ഒക്കെ പറയുന്നത്, അതായത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ. അത് കശ്മീരിലെ ശ്രീനഗർ ലോക്കൽ ഒരു ചാനലിലെ വീഡിയോ ആണ്. ആദിലിൻ്റെ സഹോദരങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതായത് കസിൻ ബ്രദേഴ്സ്. ആദിലിൻ്റെ മരണം ഉറപ്പിച്ച ശേഷമാണ് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്തത്, അവരവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആദിലൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ അവനെ പെട്ടെന്ന് ആംബുലൻസ് എടുത്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. മറ്റുള്ള മരിച്ച ആളുകൾ ഓൾറെഡി കയ്യിൽ നിന്ന് പോയി. ബാക്കിയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തിട്ടുള്ളത്. അപാകതകൾ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മളവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 4 മണി 3:50 ശേഷമാണ് അവിടെ ബ്ലാക്ക് കാറ്റ്സ് ആവട്ടെ, SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗാർഡ്സ് ആവട്ടെ, ഫോഴ്സ് ആവട്ടെ, ബാക്കിയുള്ള ഒരുപാട് സംഭവങ്ങൾ ആ ഒരു സമയത്താണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ആർമിക്കാരുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ബാക്കിയുള്ള ഏതെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം അവിടെ നടക്കില്ല. അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു വീഡിയോയിൽ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര റാഗിങ് സ്റ്റൈലിൽ ഓരോരുത്തർ വരുന്നു, പേര് ചോദിക്കുന്നു, മതം ചോദിക്കുന്നു, അവിടെ ഷോട്ട് ചെയ്യുന്നു, ബാക്കിയുള്ള ആൾക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒളിഞ്ഞിരുന്ന തീവ്രവാദികൾ നേരെ വന്നു വെക്കുന്നു. അവരെവിടുത്തെ ആരാണെന്നുള്ളൂ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഓൾറെഡി കശ്മീർ എന്നുള്ളത് എരിയുന്ന തീയാണ്, അതിലേക്ക് എണ്ണ ഒഴിക്കാൻ സുഖമാണ്. റിയാലിറ്റിയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു ജനതയെ കുറ്റപ്പെടുത്തുക.
ഇന്നും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കശ്മീരിലെ ഗുൽമർഗും സോൻമർഗും പഹൽഗാമും ദൂദ്ബത്രിയും നമ്മൾ ഡീൽ ചെയ്യുന്ന ബാക്കിയുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലവിൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 3/13 ഇന്ന് 25 അല്ലേ, 25 ഏപ്രിൽ 25. അത് വളരെ സങ്കടത്തോടു കൂടി നിരന്തരം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബായ് ഇനി നമുക്ക് ട്രിപ്പുകളിലൂടെ ഉണ്ടാവില്ലേ, അതില്ലേ ഇതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മൾ മുഖേന അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സും ഷിക്കാർ ഓടിക്കുന്ന ആളുകളും കുതിര സഫാരി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ അന്നത്തിലാണ് നമ്മൾ ഓരോ മീഡിയകളിൽ ചെറിയ കാര്യത്തെക്കുറിച്ച് എക്സാജറേറ്റ്, ഈ അക്രമം നടന്നതാണ് ചെറിയ കാര്യം എന്നല്ല പറഞ്ഞത്. നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ഇതാവണം. അത് കിട്ടുന്ന വിവരങ്ങൾ അത് ചിലപ്പോൾ പഴയ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, കശ്മീരിൽ നാളിതുവരെ യാത്ര ചെയ്ത ഒരുപാട് മലയാളീസ് ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഫെസിലിറ്റികൾ? 3-4 പ്രാവശ്യം കശ്മീരിൽ, അതായത് വിൻ്റർ സമയങ്ങളിൽ നിരന്തരം നമ്മുടെ കൂടെ വന്ന ആളുകളെയും കൊണ്ട് ഞാൻ കശ്മീരിലെ പല ഹോസ്പിറ്റലുകളിലും അവർക്ക് കാവലിരുന്നിട്ടുണ്ട്. ശ്വാസം മുട്ടൽ അനുഭവിച്ചിട്ട്, അതുപോലെ തന്നെ ഓവർ തണുപ്പായിട്ട്, നെഞ്ചുവേദന വന്നിട്ട് പല രീതിയിൽ അവരുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ട്. ശ്രീനഗറിൽ എത്തുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടിയിട്ടുള്ളൂ. ഗുൽമർഗിൽ കഴിഞ്ഞ 2 വർഷം മുന്നേ നമ്മുടെ കൂടെ വന്ന 2 പേര് ബോധമറ്റിട്ട് കിടന്നു. കശ്മീരിലെ 14,500 ഫീറ്റ് അടിയുയരത്തിൽ, അതായത് ഗുൽമർഗിൽ നിന്ന് നമ്മൾ കയറി കിലൻമർഗ് ഗണ്ടോള ഫേസ് നമ്പർ 2 സമയത്ത് സഡനായിട്ട് മഞ്ഞ് പെയ്തു. ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മളെ കൂടെ വന്ന ആളുകൾ ആകെ ബുദ്ധിമുട്ടി. നമ്മൾ പെട്ടെന്ന് അവിടുന്ന് നമ്മളെ കിട്ടിയ വണ്ടിയിൽ നമ്മളെ താഴെ ഇവാക്യുവേറ്റ് ചെയ്തു. നമ്മളവിടെ ട്രാവൽ പാക്കേജ് നടത്തുന്ന ചെറിയൊരു സംരംഭമാണ്. അങ്ങനെ വലിയ എത്ര കോർപ്പറേറ്റുകളുണ്ട്, അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളെ കടത്തി വിടുന്നേ ഉള്ളൂ. നമ്മൾ അവരുടെ കൂടെ ട്രാവൽ എല്ലാ കാര്യങ്ങൾക്കും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ വെറുതെ വാദവര പറയല്ല, നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഒറ്റ തവണയാണ്, കഴിഞ്ഞ തവണയാണ് നമുക്ക് തീരെ അവിടെ രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായത്, ചില്ലയിക്കലാൻ സമയത്ത്. ആ സമയത്ത് നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് കുറച്ച് സാമ്പത്തികപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവരെയും സേഫ് ആക്കിയിട്ട് അത് കശ്മീരിലെ റൂമിൽ സേഫ് ആക്കി, അത് കഴിഞ്ഞിട്ട് നേരെ ഡൽഹിയിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ടാണ് നമ്മൾ അവിടുന്ന് പോകുന്നത്. അപ്പോൾ കശ്മീരിൽ എന്തെങ്കിലും മെഡിക്കൽ ഏജൻസി ഉണ്ടാവുന്ന സമയത്ത്, കശ്മീരിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് കോടികൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നിരന്തരം ലക്ഷക്കണക്കിന് ആളുകൾ കശ്മീരിലേക്ക് ടൂറിസ്റ്റായിട്ട് വരുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ദൂദ്ബത്രിയിലോ ഗുൽമർഗിലോ സോൻമർഗിലോ പെഹൽഗാമിലോ ഇല്ല. ഉള്ളത്, അതായത് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് അത്രയും പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഒരു മെഡിക്കൽ ഏജൻസി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാർ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ പീക്ക് എൻഡിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ ഞാൻ ഏറ്റവും പീക്കിലേക്ക് നടന്നു പോയതാണ്. അപ്പോൾ നമ്മളെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ സേഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ നടന്ന് ട്രക്ക് ചെയ്ത് കയറാറുണ്ട്. ആ സമയത്തും നമ്മളവിടെ ഇത്തരത്തിലുള്ള ആർമിയോ കാര്യങ്ങളോ കാണാറില്ല. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വെറുതെ ഒരു ജനതയെ പഴി പറയുന്നതിന് മുന്നേ അതിൻ്റെ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ചൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് മാത്രം കുറ്റം പറയാൻ ശ്രമിക്കുക. കശ്മീരി ജനതകൾ അത്ര സ്നേഹമുള്ള ആളുകളാണ്. നമ്മൾ കശ്മീരിൽ പോകുന്ന സമയത്ത് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായേക്കാം. കാരണം ഈ കുതിര സഫാരിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡ്രൈവേഴ്സിനൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് അത് ഇടനിലക്കാരാണ്. അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയുന്ന പോലെ ഉണ്ടാവും. കശ്മീരിൽ കുറച്ചത് കൂടുതലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കുതിരക്കാരനാണ്, ഞാൻ കുതിര സവാരി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 300-400 രൂപയെ കിട്ടുള്ളൂ. ഈ ഇടനിലക്കാരായിട്ട് കിട്ടുന്ന ആളുകൾ 2,500-3,000 രൂപയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. അത് ബാക്കി അവരുടെ പോക്കറ്റ്, എനിക്ക് 500 രൂപയെ കിട്ടുന്നുള്ളൂ. ആ രീതിയിലുള്ള കുറേ സാധനങ്ങൾ, ലൂട്ടിങ്. പക്ഷെ അതും ഇതും കൂട്ടിക്കലർത്തേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ അക്രമം ഉണ്ടായ സമയത്ത്, ആളുകൾ നിസ്സഹായരായ സമയത്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്, ഇപ്പം നമ്മളൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട സമയത്ത് നമ്മൾ ഡ്രൈവർ നിരന്തരം കോൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളും ബേസൻ വാലിയിലേക്ക് അന്ന് പോയിരുന്നെങ്കിൽ നമ്മൾ ഏകദേശം പെഹൽഗാമിലെ തന്നെ ബെതാബ് വാലി, ചന്ദൻവാലി, ആരുവാലി ഈ സ്ഥലങ്ങളിലേക്കല്ല നമ്മളന്ന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളും നമ്മളെ കൂടെ വന്ന ആളുകളും പോയി കൊല്ലപ്പെടേണ്ട സ്ഥലം ആ ഒരു ബേസൻ വാലി മിനി സ്വിറ്റ്സർലൻഡ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് അതിനൊന്നും ഇതാവാതെ ഉള്ള സമയം കൊണ്ട് നമ്മളെ കോൾ ചെയ്താണ്ട് പെട്ടെന്ന് ഒന്ന് ഇവാക്യുവേറ്റ് ചെയ്ത്, അത് ഞാനൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രമല്ല, വേറെയും പല ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ മുസ്ലിങ്ങളായിട്ടുള്ള, അവിടെയൊക്കെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവർ. കശ്മീരിൽ ഞാൻ അന്ന് ഏകദേശം 7:15 ഞാൻ റൂമിലെത്തിയതിന് ശേഷം എൻ്റെ കൂടെ വന്ന ഒരു 7-8 പേരെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളായിരുന്നില്ല,
അവരുടെയൊക്കെ റൂമുകളിൽ ചെന്നിട്ട് അവരൊക്കെ സേഫാണോ, ഭക്ഷണം കഴിച്ചോ, അവരുടെ ഫ്ലൈറ്റിൻ്റെ, അതായത് 1-2 ആളുകൾക്ക് കാശ്മീരിൽ ഗുൽമർഗിലേക്ക് പോകാനുണ്ടായിരുന്നു. അവരോട് അന്ന് അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്തു, അവിടെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് എയർപോർട്ടിലേക്ക് വണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മളവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല. സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഭയങ്കര രീതിയിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ വിലയിരുത്തൽ. അപ്പോൾ വെറുതെ ഒരു ജനതയെ വെറുതെ കുറ്റം പഴി പറയുന്നതിൻ്റെ മുന്നേ അതിനെക്കുറിച്ച് റിയാലിറ്റികൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പറയാം.